ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങളുടെ റൈക്കി സെന്ററിൽ 8 പുതിയ മാസ്റ്റർ ടീച്ചേഴ്സിന് അവരോധിക്കലായിരുന്നു, അവരുടെ സ്ഥാനാരോഹണമായിരുന്നു. അതിൻ്റെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊച്ചിയിലായിരുന്നു. എത്തുമ്പോൾ നേരം വൈകി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്, സോറി. അപ്പോൾ ഇന്ന് പറയാനുള്ളത്, നമ്മൾ 25-ാം തീയതി മുതൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നൊക്കെ ഇപ്പോൾ 20 ആയിട്ടുണ്ട്. 25 എന്ന് പറയുമ്പോൾ ശനിയാഴ്ച നമ്മുടെ ടാരോയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് ഓഫേഴ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഓഫേഴ്സ് പെട്ടെന്ന് കിട്ടണം എന്നുള്ളവർ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 2 ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സർട്ടിഫൈഡ് കോഴ്സ് ആണ്, സർട്ടിഫിക്കറ്റ് നമ്മൾ തരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ അവേക്കനിങ് അതായത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടും, പിന്നെ ബൺഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പാക്കേജ്ഡ് ആണ്. നിങ്ങൾ സാധാരണ വേറെ കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു ടാരോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ പേയ്മെന്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1001 റുപ്പീസ് അടച്ച് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും മലയാളം ടാരോ, പ്രണയ കാർഡായ രാധാമാധവം ഒറാക്കിൾ കാർഡും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. ബാക്കി പേയ്മെന്റ് തവണകളായിട്ട് അടച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ കാർഡുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയോ ഒരു ചെറിയൊരു പാളിച്ച, അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. ആ അശ്രദ്ധ പറ്റിയപ്പോ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടു. അതാണ് ഇവിടുത്തെ കാർഡുകൾ കാണിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പ്രണയമായിരുന്നു. അത് നിങ്ങളെ ചെറിയൊരു പാകപ്പിഴ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു പാളിച്ച, ഒന്ന് കണ്ണു തെറ്റിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത്, ഏതോ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്ന സമയത്താണ് ഇതിന് മൊത്തം ഡിസോർഡർ ആയി പോകുക, അല്ലെങ്കിൽ രണ്ടിടത്താവുക, താളപ്പിഴ വന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒരു നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് കുറച്ചു പേരുടെയെങ്കിലും ലൈഫിൽ. പിന്നെ പൈസയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അത് കാരണം അങ്ങനെ വരാൻ കാരണം മേ ബി നിങ്ങൾ ചിലപ്പോൾ കരിയറുമായിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നിരിക്കും. ഓക്കെ, നിങ്ങളുടെ ജോലി സംബന്ധിച്ച് നിങ്ങൾ ചെറിയൊരു ഒന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുക, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രണയത്തിൽ കുറച്ചധികം നേരം എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നപ്പോൾ അതിന് ഈ ഒരു ഡിസോർഡറും ചീറ്റിങ്ങും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നടന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് അതിന്റെ മൂലകാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഇതിന് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറെ കാര്യങ്ങൾ നിങ്ങൾ ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലതൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആയിരിക്കും ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പോയാൽ അവർക്ക് ബ്ലോക്ക് ആണ്, അതായത് നോ കോണ്ടാക്ട് ആണ് എന്നാണ് ഇപ്പൊ പറയുന്നത്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓൺ ആൻഡ് ഓഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഏറെക്കുറെ നോ കോണ്ടാക്ട് ആൻഡ് ലെസ് കോണ്ടാക്ട് ആണ് കൂടുതൽ പേരും. എന്താണ് ഇപ്പൊ അവര് ചെയ്യുന്നതെന്ന് പോലും ചിലർക്കൊന്നും അറിയാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മനസ്സിരുത്തി പരിപക്വതയോടുകൂടെ ആലോചിക്കുക. മേ ബി നിങ്ങളിൽ ആരോ ഒരാള് ഏറ്റവും നന്നായി പക്വമായി ചിന്തിക്കുന്ന ഒരാളാണ്. ഒന്നെങ്കിൽ ഏജിനേക്കാളും കൂടുതലായിട്ട് നന്നായി ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അല്ല പറഞ്ഞ നിങ്ങളായിരിക്കാം ചിലപ്പോ അങ്ങനെ, അതായത് വരാൻ പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഗ്രഹിക്കാനുള്ള കഴിവൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും. അതായത് പരിപക്വമോടുകൂടെ നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. എന്നിരുന്നാലും ചില ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ തന്നെ ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ കൊണ്ടുവന്നതായിരിക്കാം. കുറച്ചു പേരെങ്കിലും സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ എബ്രോഡ് തന്നെ പോകാൻ സാധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന കുറച്ചധികം പേരധികം നിങ്ങൾ എബ്രോഡ് ആയിരിക്കും, നിങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ രണ്ടിടത്തായിരിക്കും, ഒരാൾ നാട്ടിലായിരിക്കും, ഒരാൾ എബ്രോഡ് ആയിരിക്കും. ഇങ്ങനെ എന്തോ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു, കാരണം കാർഡ് അങ്ങനെ വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ
ഒരു സൺ കാർഡ് ആണ് ഫൈനൽ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം മാറ്റങ്ങൾ വരും, നിങ്ങൾക്കൊരു ഉദയം ഉണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം. ചിലവരെങ്കിലും പിടിച്ചു നിൽക്കുന്നത് കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അവരിൽ നിന്ന് നിങ്ങൾക്ക് ചിൽഡ്രൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. അങ്ങനെ എന്തോ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കാം. അങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഓക്കെ, എന്തിരുന്നാലും നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതായിത്തീരും. നമ്മുടെ കോഴ്സിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ടാരോയിലാണെങ്കിലും എൻ്റെ ലൈഫ് കോച്ചിങ്ങിലാണെങ്കിലും 2 കോഴ്സാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. ഒന്ന് ടാരോ റീഡിങ്, അത് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. 2-3 ആൾക്കാരുണ്ട് ഇപ്പൊ നിലവിലുണ്ട്. അല്ലാതെ പുതിയ ആൾക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം എന്തായാലും 2025 25-ാം തീയതി ജനുവരി 25-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലും ഒരുപാട് ലൈഫും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ സെൽഫ് എസ്റ്റീംസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, പൈസ വർദ്ധിപ്പിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏതിനാണോ വിളിക്കുമ്പോൾ പ്രത്യേകം പറയണം. ടാരോയ്ക്കാണെങ്കിൽ ടാരോയ്ക്കാണെന്ന് പറയണം, അല്ല ലൈഫ് കോച്ചിങ്ങിനാണെങ്കിൽ അതും പറയണം. ഏതാണോ നിങ്ങൾക്ക് പറയണത് അതിന്. ലൈഫ് കോച്ചിങ് ആണെങ്കിൽ 30 days ആണ് ഡ്യൂറേഷൻ, അതായത് 30 ദിവസം. ടാരോ ആണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 3 മാസം. അതിന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലൈഫ് ടൈം പേയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ ലൈഫ് ടൈം പേയ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. സ്റ്റേ ബ്ലെസ്, ഹാപ്പി.